ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് എൻ്റെ ഫോണൊന്ന് ചേഞ്ച് ആക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത് ജെറിയറിലാണ്. അപ്പോൾ നമുക്ക് പോയി ഫോണൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹമാണ് എൻ്റെ ഈ ഫോണൊന്ന് ചേഞ്ച് ആക്കണമെന്ന്. അപ്പോൾ നമ്മളിന്ന് ഫോൺ എടുക്കാൻ വന്നേക്കാണ്. ഞാനുണ്ട്, ചാച്ച ഉണ്ട്, പിന്നെ അപ്പൂസുണ്ട്. നമ്മളെല്ലാം കൂടെ ഫോണൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലും നല്ല നോക്കി ഒന്ന് സെലക്ട് ചെയ്യും. അതാണെന്ന് പ്ലാൻ കേട്ടോ. ഐഫോൺ 16 ആണ്. നമുക്ക് എൻ്റെ 17 ആണ്. 17 പ്രോയ്ക്ക് 599. പ്രോ ഇത് പ്രോ മാക്സ്. ഞാൻ പ്രോ എടുക്കണോ പ്രോ മാക്സ് എടുക്കണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൺഫ്യൂഷനാണ് ഗൈസ് ഏതെടുക്കണമെന്നുള്ളത്. ഞാൻ ചാച്ചൻ്റെ അഭിപ്രായം എന്താണ് വെച്ചാൽ ഏതാണ് നല്ലത്? നിൻ്റെ ഇഷ്ടമുള്ള നോക്കി എടുത്തോ, കുഴപ്പമില്ല. നിൻ്റെ ഇഷ്ടമാണ് ഏതാണ് നല്ലതെന്ന് ചോദിക്കരുത്. അപ്പോൾ നമ്മൾ ആ ജെറിയറിൽ നിന്ന് ഫോണൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ കൂട്ടത്തിൻ്റെ ബാക്കിലുള്ള ഗ്ലാസും ക്യാമറയുടെ പ്രൊട്ടക്ഷനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ എൻ്റെ സ്വപ്നമുണ്ട് കേട്ടോ. എൻ്റെ ഈ ഐഫോൺ 13 എടുത്തതിന് ശേഷം അതൊന്ന് ചേഞ്ച് ആക്കിയിട്ട് പുതിയൊരു ഫോണിലോട്ട് മാറണമെന്ന്. അപ്പോൾ വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വഴിയേ പറയാം. ആ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാതായിപ്പോയി. അപ്പോൾ കുറേ നാൾക്ക് ശേഷമുള്ളൊരു സ്വപ്നം ഇന്ന് പോവാണിരിക്കുകയാണ്. അപ്പോൾ ഈ ബോക്സ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേറെ അല്ല, നമ്മളെ ചാച്ചനാണ്. ഓക്കെ, ചാച്ചനാണ് ഈ ബോക്സ് അൺബോക്സ് ചെയ്യണത്. ഓക്കെ, അതിനുമ്പ് ഞാൻ ആരും ചോദിക്കട്ടെ, ഈ ഫോണിന്റെ വില എത്രയാണെന്ന് അറിയാമോ? വില എത്ര? എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ വില 6568 റിയാലായി. ഇപ്പോഴത്തെ റേറ്റ് വെച്ച് ഏകദേശം 1,50,000 രൂപയ്ക്ക് പുറത്തായിട്ടുണ്ട്. ഇപ്പോഴത്തെ റേറ്റ് വെച്ച് ബാങ്ക് റേറ്റ് വെച്ച് ഇന്ത്യൻ മണി വെച്ച് കൺവേർട്ട് ചെയ്യുമ്പം ഏകദേശം 1,50,000 രൂപയ്ക്ക് പുറത്തായി. സ്വർണ്ണം മേടിച്ച പോരായിരുന്നോ? സ്വർണ്ണം വാങ്ങിച്ചാൽ മൊബൈലിൽ യൂസ് ചെയ്യ പറ്റില്ല. അപ്പം ഞാൻ തുറക്കാൻ പോവാണ്. അപ്പം ഓക്കെ, തുറന്നു. നമ്മൾ ഓൾറെഡി പ്രൊട്ടക്ഷൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അവിടുന്ന് ഓപ്പൺ ചെയ്ത് പ്രൊട്ടക്ഷൻ ഒട്ടിച്ച് അവരതിൻ്റെ ഗ്ലാസ് സാധനങ്ങളൊക്കെ തന്നു. ഞാനിപ്പോൾ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് മോൻ യൂസ് ചെയ്യുമ്പോൾ മോൻ്റെ പഴയ ഐഫോൺ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, എടുക്കാൻ പോകണം. അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഓക്കെ, എങ്ങനെയാണ്? ഓക്കെ, ഇനി ഓണാക്കാൻ എങ്ങനെയാണെന്ന് അറിയാമോ ചാച്ചനെ? ഇനി ഞാൻ മോന് കൈമാറിയണം. അല്ലല്ല, ചാച്ചൻ തന്നെ ഓണാക്കണം. ചാച്ചനാണത് ഓണാക്കാനുള്ള. പവർ സ്വിച്ച് ഓപ്പൺ ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചോ, അങ്ങോട്ട് കാണിച്ചോ, നമ്മളെല്ലാ പ്രേക്ഷകരെല്ലാവരും കണ്ടോട്ടെ. ഓണായി വരുന്നേ ഉള്ളൂ ഗൈസ്. നമ്മളും വെയിറ്റിങ്ങിലാണ് ആ എഴുത്ത് കാണാൻ വേണ്ടിയിട്ട്. വന്നു, സാധനം വന്നു. ആ ഇംഗ്ലീഷിലും ചൈനയിലുള്ള എഴുത്ത് വന്നിട്ടുണ്ട്. ഹലോ, പല പല ഭാഷയിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അതാണല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഓറഞ്ച് എടുക്കുക. ഓറഞ്ചിൻ്റെ ബാക്കിലത്തെ ഈ സാധനങ്ങളൊക്കെ ഇളകി പോകുന്നതുകൊണ്ടാണ് ഓറഞ്ച് എടുക്കേണ്ട തീരുമാനിച്ച് ഞാൻ ബ്ലൂയിലോട്ട് മാറിയത്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കളറും കൂടിയാണ് ബ്ലൂ തന്നെയാണ് നല്ലത്. എന്ത് പറ്റി ഗൈസ്, അടിച്ചു പോയോ? ലൈറ്റ് ഓഫായി ഒരു പോക്കങ്ങ് പോയിട്ടുണ്ട്. വന്നു വീണ്ടും. ഓക്കെ, നമുക്കിനി അത് സ്റ്റാർട്ടപ്പിലോട്ട് പോവാം. ഇംഗ്ലീഷ് ചേച്ചൻ്റെ കവറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാണ് ചേച്ചൻ. ഇതിൻ്റെ കൂടെ ഒരു കവർ എന്തോ കിട്ടുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ എന്താണോ. ഒരു വൈറ്റ് കേസാണ് വന്നേക്കുന്നത്. ചാച്ച ഇട്ടോക്കല്ലേ? ഇട്ടോക്കും. ഇത് വേറെ സാധനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ ഡേറ്റ കാര്യങ്ങളെല്ലാം അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.